വെൽക്കം ടു മൂവി ബ്രാൻഡ്. മമ്മൂട്ടി എന്നാൽ സിനിമാ പ്രേമികൾക്ക് അതൊരു വികാരമാണ്. 4 പതിറ്റാണ്ടിലേറെയായി സിനിമാ ലോകത്ത് തന്റേതായ സ്ഥാനമുറപ്പിച്ച് ആരാധകരുടെ ഇടനെഞ്ചിൽ ഇടം പിടിച്ച് മമ്മൂക്കിയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. അടുത്തിടെ അദ്ദേഹത്തിന്റേതായി പുറത്തെത്തിയ ഭ്രമയുഗത്തിലും ടർബോയിലും അടക്കം പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്ന പ്രകടനമായിരുന്നു മമ്മൂട്ടിയുടേത്. 73-ാം വയസ്സിൽ ഫൈറ്റ് സീനൊന്നും ചെയ്യാനാകാതെ അച്ഛൻ അപ്പൂപ്പൻ റോളുകൾ ചെയ്യാമെന്ന് പരിഹസിച്ചവർക്കുള്ള ചുട്ട മറുപടിയായിരുന്നു മമ്മൂട്ടിയുടെ ടർബോയിലെ പ്രകടനം. ഇന്നത്തെ യുവ നടന്മാർക്ക് പോലും പറ്റാത്ത ഫൈറ്റ് സീനുകൾ മമ്മൂട്ടി അനായാസമായാണ് ചെയ്തത്. ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ നടനെന്ന നിലയിൽ തന്റെ കരിയർ ആരംഭിച്ചതിനെക്കുറിച്ചും തന്റെ ഭാര്യ സുൽഫത്തിനെ കുറിച്ചുമൊക്കെ മനസ്സ് തുറക്കുകയാണ് നടൻ. ഭാര്യ സുൽഫത്തിന് ആദ്യം താൻ അഭിനയിക്കാൻ പോകുന്നതിൽ ചെറിയ ആഗ്രഹമില്ലായ്മ ഉണ്ടായിരുന്നതായും പിന്നീട് തന്നെ പിന്തുണയ്ക്കാൻ തുടങ്ങിയെന്നും മമ്മൂട്ടി പറഞ്ഞു. ഖാലിദ് അൽ അമേരിയുമായുള്ള അഭിമുഖത്തിലാണ് വ്യക്തിജീവിതത്തെക്കുറിച്ചും അദ്ദേഹം തുറന്നു പറഞ്ഞത്. കുഞ്ഞായിരിക്കുമ്പോൾ താൻ ആദ്യം കണ്ട സിനിമ തൊട്ട് തന്റെ ഉള്ളിൽ ഒരു അഭിനേതാവ് ഉണ്ടായിരുന്നെന്നും മമ്മൂട്ടി അഭിമുഖത്തിൽ പറയുന്നു. ഒരു 7-8 വയസ്സുള്ളപ്പോൾ മുതൽ എനിക്കൊരു അഭിനേതാവാകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതേ ആഗ്രഹവും പാഷനും ഇൻഡസ്ട്രിയിൽ എത്തുന്നത് വരെ ഉണ്ടായിരുന്നു. താൻ നിയമമായിരുന്നു പഠിച്ചിരുന്നത്. അതിന് പിന്നാലെ തന്നെ വീണ്ടും അഭിനയ മോഹം വീണ്ടും തലപൊക്കി. 1979 വിവാഹിതനുമായി. എന്നാൽ അതിനുശേഷം പതുക്കെ സിനിമയിൽ ലീഡ് കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങുകയും ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. MT വാസുദേവൻ നായരുമായി അവിചാരിതമായി ഒരു കൂടിക്കാഴ്ച നടന്നതിന് പിന്നാലെയാണ് തനിക്ക് സിനിമയിൽ നായകനായി അവസരം ലഭിച്ചു തുടങ്ങിയതെന്നും മമ്മൂട്ടി പറഞ്ഞു. MTയുമായി സംസാരിക്കുന്നതിനിടെ അദ്ദേഹത്തിന്റെ അഭിനയിക്കാനുള്ള ആഗ്രഹവും കാര്യങ്ങളും കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം തനിക്ക് അവസരങ്ങൾ തന്നു. അങ്ങനെയാണ് താൻ സിനിമയിലേക്ക് എത്തിയതെന്നും മമ്മൂട്ടി പറഞ്ഞു. താൻ ഒരു അഭിഭാഷകനായി ജോലി ചെയ്തിരുന്ന കാലത്താണ് തനിക്ക് അഭിനയ മോഹം കൂടുതലും വന്നതെന്നും മമ്മൂട്ടി അഭിമുഖത്തിൽ പറഞ്ഞു. തുടക്കത്തിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ സുൽഫത്ത് കുറച്ച് കടുംപിടുത്തം പിടിച്ചിരുന്നു. എന്നാൽ അവൾക്ക് എന്നെ ഇഷ്ടമാണ്. സ്വാഭാവികമായും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഇഷ്ടപ്പെടും. 42 വർഷമായി ഞാൻ സിനിമാ മേഖലയിലുണ്ട്. അത്രയും കാലമായി അവൾ എന്നെയും സഹിക്കുന്നുണ്ട്, മമ്മൂട്ടി പറഞ്ഞു. വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച വിവാഹമായിരുന്നു മമ്മൂട്ടിയുടേതും സുൽഫത്തിന്റെയും. 1979 ഇരുവരും വിവാഹിതരായത്. 2 മക്കളാണ് ഇവർക്കുള്ളത്. സുറുമിയും ദുൽഖർ സൽമാനും. ഇക്കഴിഞ്ഞ മെയ് 6-നായിരുന്നു മമ്മൂട്ടിയും സുൽഫത്തും തങ്ങളുടെ 45-ാം വിവാഹ വാർഷികം ആഘോഷമാക്കിയത്. നിങ്ങൾ ഉണ്ടാക്കിയ ചെറിയ പ്രപഞ്ചത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് അനുഗ്രഹമായി കാണുന്നുവെന്നാണ് ദുൽഖർ കുറിച്ചത്. ലോകത്തിന് നിങ്ങൾ 2 പേരും ലക്ഷ്യങ്ങൾ നൽകാൻ തുടങ്ങിയിട്ട് 45 വർഷമായി. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ചെറിയ പ്രപഞ്ചം സൃഷ്ടിച്ചു. അതിന്റെ ഭാഗമാകാനും അതിന്റെ സ്നേഹത്തിലും ഊഷ്മളതയും അനുഭവിക്കാൻ കഴിഞ്ഞതിലൂടെ ഞങ്ങളാണ് അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് ദുൽഖർ കുറിച്ചിരുന്നു. സുൽഫത്ത് വിവാഹം കഴിച്ചത് ഒരു വക്കീലിനെയാണ്, അല്ലാതെ സിനിമാ നടനെ അല്ലെന്ന് മമ്മൂട്ടി പറയാറുണ്ട്. അഭിഭാഷകനായി ജോലി ചെയ്തിരുന്ന സമയത്തായിരുന്നു വിവാഹം. വിവാഹശേഷമാണ് അദ്ദേഹം സിനിമയിൽ എത്തിയത്. വക്കീൽ ജോലി വിട്ട് സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹത്തിന് സുൽഫത്തും പിന്തുണ അറിയിക്കുകയായിരുന്നു. പ്രണയവിവാഹമായിരുന്നില്ല ഞങ്ങളുടേത്. സുലുവിനെ ഞാൻ നേരത്തെ കണ്ടിട്ടില്ല. പെണ്ണുകാണലിന്റെ സമയത്താണ് ആദ്യം കണ്ടതെന്നായിരുന്നു മമ്മൂട്ടി പറഞ്ഞത്. 3ാമത്തെ പെണ്ണുകാണലായിരുന്നു അതെന്നും മമ്മൂട്ടി പറഞ്ഞിരുന്നു.